ദൈവം ഒരു ഭക്തന് പരീക്ഷ അനുവദിക്കും, പക്ഷേ നാശത്തെ ദൈവം അനുവദിക്കയില്ല. കുലുക്കങ്ങൾ വരാം, പക്ഷേ തകർച്ച ദൈവം അനുവദിക്കയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ജോസഫ് കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, പക്ഷെ പൂർണ്ണമായി തകരാൻ ദൈവം അനുവദിച്ചില്ല. ദാവീദ് ശൗലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കുന്തം നെഞ്ചിന് നേരെ പാഞ്ഞു, പക്ഷേ അവസാനിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദാനിയേലിന് വേണ്ടി സിംഹഗുഹ തുറക്കപ്പെട്ടു, പക്ഷേ സിംഹത്തിന്റെ വായടച്ച് അന്ത്യം വരാൻ ദൈവം അനുവദിക്കാതെ സൂക്ഷിച്ചു. എന്തിന്? പൗലോസ് കല്ലെറിയപ്പെട്ട് മരിച്ചവനെ പോലെയായി തീർന്നെന്ന് വിചാരിച്ചു, പക്ഷേ വീണ്ടും എഴുന്നേറ്റു. ഓർക്കുക, കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. ദൈവത്തിന്റെ കയ്യിൽ പിടിക്കപ്പെട്ടവൻ മനുഷ്യന്റെ കയ്യാൽ നശിച്ചു പോകുകയില്ല. കുലുക്കാത്ത ജീവിതത്തിന്റെ രഹസ്യം കഷ്ടതയില്ലാത്ത ജീവിതമല്ല, ഭാരം ദൈവത്തെ ഏൽപ്പിച്ച ജീവിതമാണ്. ദൈവം വിഷയത്തിൽ ഇടപെടാൻ വൈകാം, എന്നാൽ വിശ്വാസിയുടെ അടിസ്ഥാനം തകർന്നു പോകാൻ ദൈവം അനുവദിക്കയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ ചില ദർശനങ്ങൾ കണ്ണുകൊണ്ടല്ല കാണുന്നത്, അത് കണ്ണുനീരിലൂടെയാണ് കാണുന്നത്. രാജധാനിയിൽ ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. സമൃദ്ധി അനുഭവിച്ച സന്ദർഭങ്ങളിൽ അവർ ദൈവ സാന്നിധ്യം മനസ്സിലാക്കിയിരുന്നു. പക്ഷേ കൊട്ടാരത്തിൽ ലഭിക്കാത്ത വെളിപ്പാട് തീച്ചൂളയിൽ ലഭിച്ചു. നാലാമൻ തീ അണയ്ക്കാൻ വന്നവനല്ല, തീയിൽ കൂടെ നടക്കാൻ വന്നവനാണ്. തീയിൽ അവർ വീണു, എന്നാൽ തീ അവരെ സ്വതന്ത്രരാക്കി. രാജാവ് നാലാമനെ കണ്ടു, എന്നാൽ തീച്ചൂളയിൽ വീണ ഭക്തന്മാർ നാലാമനെ അനുഭവിച്ചു. തീയിൽ മാത്രം കാണാൻ കഴിയുന്ന കർത്തൃ സാന്നിധ്യത്തിന്റെ മുഖം പരിശോധനകളിൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നഷ്ടപ്പെട്ട സമയം തിരികെ കിട്ടുമോ? നഷ്ടപ്പെട്ട യൗവനം തിരികെ വരുമോ? മരിച്ചുപോയ ഇന്നലകൾ വീണ്ടും ജീവിക്കുമോ? കഴിഞ്ഞുപോയ അവസരങ്ങൾ വീണ്ടും ലഭിക്കുമോ? ഇല്ല. ഇത് മനുഷ്യന്റെ ഉത്തരമാണ്. എന്നാൽ ദൈവം പറയുന്നു, ഹിസ്കിയാവിന് വേണ്ടി സൂര്യഘടികാരത്തെ പുറകോട്ട് തിരിച്ച ദൈവത്തിന് സമയത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും. രോഗം ഹിസ്കിയാവിനോട് പറയുന്നു, മരണം അടുത്തെത്തി. എന്നാൽ മുൻപോട്ട് മാത്രം ചലിക്കുന്ന ഘടികാരം ദൈവത്തിന് പുറകോട്ട് ചലിപ്പിക്കാൻ കഴിയും. സമയം ദൈവത്തിന്റെ അധികാരിയല്ല, ദൈവത്തിന്റെ ദാസനാണ്. ദൈവം സമയത്തിന്റെ ദാസനല്ല. നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരികെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നഷ്ടപ്പെട്ട ഫലം മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിത ഘടികാരം വൈകിപ്പോയി എന്ന് പറയുന്നുണ്ടാകാം. കഴിഞ്ഞു, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്നുണ്ടാകാം. പക്ഷേ പുറകോട്ട് കാര്യങ്ങളെ തിരിച്ച് നിയന്ത്രിപ്പാൻ, സമയത്തിന്റെ ദിശ പോലും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.